ഹലോ, അപ്പം ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഷോപ്പിങ്ങിന് പോയി വന്നാലോ? ഷോപ്പിങ്ങില്ല, ചുമ്മാ ഒന്ന് മാളിലൊക്കെ ഒന്ന് കറങ്ങി വരാൻ. ഇവിടെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല ഗേസ്. ഞങ്ങൾ വന്ന സമയം നല്ല ചൂടിൻ്റെ സമയമായത് കാരണം ഇവിടെ അധികം കാണാൻ മാത്രമൊന്നുമില്ല. പിന്നെ ഈ ഒരു സിറ്റിയിലും കാണാൻ മാത്രമൊന്നുമില്ല. പിന്നെ ഉണ്ടാവൽ ഓരോ ഷോകളാണ്, ഫ്ലവർ ഷോ, അങ്ങനെ എക്സിബിഷൻ, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാവൽ. പിന്നെ കാണാനുള്ളത് ഇതേപോലെ കുറേ മാള്, പിന്നെ ബീച്ചാണ്. ബീച്ചിൽ ഇപ്പോൾ പോകണം. ഇപ്പോൾ ചൂടായത് കാരണം രാവിലെ പോകാൻ പറ്റില്ലല്ലോ, ഈവനിങ് അല്ലേ. നൈറ്റ് ടൈമിൽ ഇതേപോലെ ഇങ്ങനെ ഓരോ മോളുകൾ വിസിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പാണ്ട മാളിലേക്കാണ്. അപ്പം നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് ഞാമീ നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എത്തിയപ്പോഴും എടുത്തപ്പം ആദ്യമൊക്കെ ഒന്ന് ഉറങ്ങി. പിന്നെ ഇവിടുത്തെ ഈ ഒരു ലൈറ്റും ഫുള്ള് വെളിച്ചവും ആ ഒരു ആൾക്കാരെ സൗണ്ടൊക്കെ കേട്ടപ്പോഴത്തേക്കും ആൾ എണീറ്റിട്ടാ. പാണ്ടാമാൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു മാളാട്ടോ. ഒരു ഡേ ഉണ്ടെങ്കിലേ നമുക്കിത് ഫുള്ള് കണ്ടു തീർക്കാനാവുള്ളൂ, അത്ര തോനെയുണ്ട്. ഞങ്ങൾ ഫുള്ളൊന്നും കണ്ടില്ല, പകുതി കാൽഭാഗമൊക്കെ കാൽഭാഗമല്ല പകുതിയോളം കണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോന്നു കേട്ടോ. ഓവർ ലേറ്റ് ആയപ്പം പിന്നെ നമ്മൾ അധികം അവിടെ നിന്നില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് എവിടെയാണ്? സൂപ്പർ മാർക്കറ്റ്. സാധനങ്ങൾ, പച്ചക്കറി, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. പച്ചക്കറി വെജിറ്റബിൾ ഒന്നും തന്നെയല്ലേ, സോറി, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഓക്കെ, അപ്പം അതൊക്കെ വാങ്ങാൻ കേട്ടോ. അപ്പോൾ ഞാമീനെ ആദ്യം തന്നെ നമ്മുടെ കൊട്ടയിൽ കയറ്റിയിരുത്തിട്ടോ. നോക്ക്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെജിറ്റബിൾസും ഈ വെജിറ്റബിൾസും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ അത് കഴിഞ്ഞേരതേ ഞങ്ങളിങ്ങനെ ഓടി നടക്കുക കേട്ടോ. ഞങ്ങൾക്ക് കാര്യമായിട്ട് വാങ്ങാനൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പുറത്തിറങ്ങി കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണം. വെറുതെ റൂമിൻ്റെ അകത്തന്നെ ഇങ്ങനെ ഇരിക്കല്ലേ. രാവിലത്തെ ചൂട് കാരണം പുറത്തിറങ്ങാനാവില്ല. പിന്നെ അപ്പോഴേക്കും ഡ്യൂട്ടിക്കും പോവും. അപ്പോൾ പിന്നെ നമുക്ക് ഈവനിങ്ങേ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ അവൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങാട്ടോ ചെയ്യുക ഞങ്ങൾ. അവൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റൊക്കെ വേണ്ടേ. ഫുൾ ടൈം റൂമിൻ്റെ അകത്ത് തന്നെ ഇരിക്കുമ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ടല്ലേ, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ പിന്നെ അവൾക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് വിടും കേട്ടോ. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ ഓടി കളിക്കും. പിന്നെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെ പോയി പിടിക്കുക, ആൾക്കാരെ പോയി ഇങ്ങനെ തൊട്ടുക, ഹൈഫൈ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വേഗം പിടിച്ചിട്ട് ഇതേപോലെ അപ്പോട്ടെടുത്ത് ഇങ്ങനെ കൊണ്ട് നടക്കും കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നാമീനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ട് ഡാൻസാണ്. എന്ന് പറഞ്ഞ് കളിക്കുന്ന ഡാൻസാണ്. നിന്നിട്ടാണ് ഡാൻസ് കളിക്കല്. അപ്പോൾ ഇരുത്തിയത് കാരണം അവിടെ എണീറ്റ് നിൽക്കാൻ അവൾക്ക് പേടി. ഇത് പിന്നെ നമ്മൾ ഇന്നലെ ലുലുവിൽ പോയിനല്ലോ, ഇന്നലെ മിനിഞ്ഞാന്നിട്ടും അവിടുന്ന് 50% ഒരു വൗച്ചർ കിട്ടീനി. അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ. ആ വൗച്ചർ കാരണം ആമിയാണെങ്കിൽ അവളുടേതായ ഷോപ്പിങ്ങിലാണ്. ഒക്കെ വേണ്ട സാധനം അവൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, കയ്യിൽ ഒരു കീ ചെയിന്. അപ്പോൾ അതും കൊണ്ടുള്ള സന്തോഷത്തിൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ കണ്ടിരിക്കും. ബൈ.